ഇന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ? ഇതൊന്ന് കഴുകി വൃത്തിയാക്കട്ടെ. ചിക്കനെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ച് 2.5 കിലോ ചിക്കനുണ്ട്. അതിന് ഞാൻ ഇത്രയും സവാളയാണ് എടുക്കുന്നത്. സവാളയെല്ലാം തൊലി കളഞ്ഞ് ക്ലീനാക്കി വെച്ചു. ഇനി ഇതൊന്ന് നമുക്ക് അരിഞ്ഞെടുക്കാം. ആവശ്യമായ സവാളയെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് ചുമന്നുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. ഒരു 10 ചുമന്നുള്ളി. അത് നമുക്ക് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയാണ് ചുമന്നുള്ളി ഇടുന്നത്. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് നമ്മൾ വറുത്ത് ചേർക്കണം. നല്ല 2 കഷ്ണം ഇഞ്ചിയും 2 വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് അരിഞ്ഞൊന്ന് പേസ്റ്റ് ആക്കട്ടെ. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ആദ്യം തേങ്ങാക്കൊത്ത് ഇടാതെ. തേങ്ങാക്കൊത്തിട്ട് ഒരു ബ്രൗൺ കളർ ആകുമ്പം നമുക്ക് സവാള ഇടാം. തേങ്ങാക്കൊത്ത് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് സവാള ഇട്ട് കൊടുക്കാം. സവാള ബ്രൗൺ കളർ ആകുന്ന വരെ നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. കുറച്ച് കരിയാപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. സവാള നല്ലപോലെ വരണ്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കിനി അരച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അത് ഒന്നുകൂടെ കിടന്നൊന്ന് വരലട്ടെ. ആയ പൊടികളെ 4 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, ഒരു ചെറിയ സ്പൂണ് കുരുമുളക് പൊടി, പിന്നെ മസാല പൊടിച്ചത് 1 സ്പൂൺ എടുത്തിട്ടുണ്ട്. പൊടിയെല്ലാം കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കാം. എല്ലാം ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അത് വിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം ഇട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിക്കുക. എല്ലാം കൂടി യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ കിടന്ന് നല്ലപോലെ വേകട്ടെ. നമ്മുടെ ചിക്കൻ കറിയെ തിളച്ച് ഒക്കെ പറ്റി റെഡിയായിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മളിനി കടുക് വറുത്ത് ഒന്ന് ചേർക്കണം. കടുക് വറുത്ത് ഇതിനകത്തോട്ട് ചേർത്താൽ മതി. കടുക് വറുത്താൽ നമ്മളിതിലോട്ട് ഇട്ട് കൊടുക്കട്ടെ. കടുക് വറുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാങ്ങി വെക്കാം.